കൊണ്ടാണ് അവിടുത്തെ ജീവിതത്തിൽ ഇത്രയും 1500 വർഷം കഴിഞ്ഞതിന് ശേഷവും അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് ചരിത്രം പഠിക്കുന്നവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതല്ലാതെ, അവിടുത്തെ ജീവിതം ഫോളോ ചെയ്യുന്നതല്ലാതെ, അവിടുന്ന് പഠിച്ച പാഠങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുന്നതല്ലാതെ, അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ തിന്മക്ക് നേതൃത്വം നൽകിയതോ, തിന്മ പ്രവർത്തിച്ചതോ, അരുതായ്മകൾ ചെയ്തതോ, അരുതായ്മകൾക്ക് കൂട്ടുനിന്നതോയായി ചരിത്രത്തിൽ ജനനം മുതൽ വഫാത്ത് വരെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഏത് നൂറ്റാണ്ടിലാ ജനിക്കുന്നത്? ഡാർക്ക് ഏജ് യുഗമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച കറുത്ത ഇരുണ്ട യുഗത്തിലാണ്. അന്ന് ജാഹിലിയ കാലമാണ്. എല്ലാ തമ്മാടിത്തരങ്ങളും കൂത്താടിയിരുന്നൊരു കാലം. ആ കാലത്ത് ജനിച്ച് 40 വയസ്സുവരെ, ആ നുബൂവത്തിന്റെ കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു തിന്മക്ക് കൂട്ടുനിൽക്കാതെ, ഒരു പ്രവർത്തനവും തന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ, ഒരു കളവ് പോലും ജീവിതത്തിനിടയിൽ പറയാതെ സംശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മക്കക്കാരായ ആളുകൾ, കുടുംബക്കാരായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, അവിടെയുള്ള പ്രമാണിമാരടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ മുത്തിനെ അൽ അമീൻ വിശ്വസ്തനെന്ന് വിളിച്ചത് അത് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ ഉറച്ച തീരുമാനമായിരുന്നു, അവരുടെ തിരിച്ചറിവായിരുന്നു. ഈ രൂപത്തിലുള്ള ജീവിതമായിരുന്നു ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. കാരുണ്യമായിരുന്നു. അവിടുത്തെ ജന്മം കൊണ്ടും അവിടുത്തെ ജീവിതം കൊണ്ടും അവിടുത്തെ സൃഷ്ടിപ്പ് കൊണ്ടും അല്ലാഹു തആല ഈ ലോകത്തിന് സമ്മാനിച്ചത്. നിങ്ങൾ നോക്ക്, എത്ര വലിയ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. നമുക്ക് അവിടുത്തെ അനുയായികളാണ്, അവിടുത്തെ ഉമ്മത്തുകളാണ്. നമുക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമുക്ക് തിരിച്ചറിയണം, ഏറ്റവും അവസാനമായി ഈ ഭൂമി ലോകത്തേക്ക് പൂജാതരായവരാണ് നാം എല്ലാവരും. നമുക്ക് അവസാനത്തെ പ്രവാചകന്റെ അനുയായികളാണ്. എന്നാൽ നാളെ സ്വർഗീയ ലോകത്തേക്ക് ആദ്യം പ്രവേശിക്കുന്നത് നമ്മളാണ്. എന്തുകൊണ്ട്? നമ്മുടെ പവർ കൊണ്ടല്ല, നമ്മുടെ ഇബാദത്ത് കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നേതാവ്, നമ്മുടെ നബി, അത് ലോകത്തിന്റെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവിടുത്തോട് നമുക്ക് കാണിക്കേണ്ട